ഹായ് എവ്രി വൺ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്സ് ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡേറ്റ ടൈപ്സ് പല ഡേറ്റ ടൈപ്സിനെ പറ്റി പറഞ്ഞു പോയിട്ടുണ്ട്. ഇൻറ്റ്, ഡബിൾ, ഫ്ലോട്ട്, ക്യാർ എന്നീ കാര്യങ്ങളൊക്കെ. എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന അവരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് NUM എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ്. അത് ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പാണ്. ഈ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് പേരിന് വാല്യൂ അസൈൻ ചെയ്യാനായിട്ട് ആണ്. അതായത് ഇപ്പം നമ്മൾ ഒരു ഡെഫിനിഷൻ ഇതാണ്. ഇപ്പം ഇൻറ്റ് A = 3 എന്ന് എഴുതുവാണ്. ഇവിടെ ഈ 3 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എക്ക് അസൈൻ ചെയ്യുന്നുണ്ടല്ലോ. സിമിലർ ആയിട്ടുള്ള ഒരു പേർപ്പസാണ് ഇതിനുള്ളത്. പക്ഷേ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സിൻറ്റാക്സ് കാണാനായിട്ട് പറ്റും. എനം യൂസ് ചെയ്തിട്ട് നമ്മൾ എനത്തിൻ്റെ പേര് നമ്മൾ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ കോൺസ്റ്റൻസ് നമ്മൾ കൊടുക്കും. ഇതിലെ സംഭവം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിക്ക് വരേണ്ട വാല്യൂസ് ഷുഡ് ബി ഫ്രം ദിസ് ഒള്ളി. അതിന് നമുക്കൊരു എക്സാമ്പിൾ താഴോട്ട് നോക്കാം. എനം ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈ എനത്തിൻ്റെ പേരാണ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു കേളി ബ്രേസസിൽ ഞാൻ അതിൻ്റെ വാല്യൂസ് കൊടുത്തേക്കുന്നു. ഏത് വാല്യൂസാണ് ആൽഫബറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നെയിംഡ് ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നെയിംഡ് ആയിട്ടുള്ള വാല്യൂസാണ് ഞാൻ ഈ 2 ബ്രാക്കറ്റിലായിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഡേയ്സ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പം ഞാൻ ഈ ഒരു ഡേയ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ദിസ് വേരിയബിൾ വിൽ ഓൺലി ഹാവ് ദ വാല്യൂസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദിസ് കേളി ബ്രേസസ്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമായിരിക്കും. ഇവിടെ നമ്മൾ ഒരു ട്രീ പോലെ, ഞാനിവിടെ ഇപ്പം ഈ ഒരു ട്രീ ഡേയ്സ് എന്ന് പറയുന്നത് എൻ്റെ ട്രീ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രീക്ക് ഓരോ ബ്രാഞ്ചസ് ഉണ്ടല്ലോ. ആ ബ്രാഞ്ചസിന് ഒരു ടൈപ്സ് കാണും. ആ ടൈപ്പാണ് ഇത്. ആ വാല്യൂസാണ് ഈ ഒരു കേളി ബ്രേസസിൻ്റെ അകത്ത് വരുന്നത്. അപ്പം അതാണ് അതിന് മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എനം ഡേയ്സ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡേയ്സിന് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ടുഡേ എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ടുഡേ. ഈ ടുഡേക്ക് വരാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ടുഡേ = സാറ്റർഡേ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റോങ് ആണ്. വൈ? ബിക്കോസ് സാറ്റർഡേ ഈസ് നോട്ട് ഗിവൺ ഇൻസൈഡ് ദീസ്. ഓക്കെ, ഇതാണ് സംഭവം. ഇനി ഞാൻ ടുഡേനെ മൺഡേ എന്ന് ഞാൻ അസൈൻ ചെയ്തു. അപ്പം ടുഡേ എന്ന് പറയുന്ന എൻ്റെ വേരിയബിളിൻ്റെ അകത്ത് അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എനമാണ്. എനം ഡേയ്സ് ആണ് അതിൻ്റെ ടൈപ്പ്. അത് അതിൻ്റെ അകത്ത് ഞാൻ മൺഡേ എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ മൺഡേ എന്ന് പറയുന്ന ആ ഒരു നെയിംഡ് വാല്യൂ ഞാൻ കൊടുത്തു. ഇനി എനിക്ക് ഈ ഒരു എനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് അസൈൻസ് ഇൻറ്റഗ്രൽ കോൺസ്റ്റൻസ്. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന ഓരോ നെയിംഡ് വാല്യൂസിനും ഒരു കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് കോൺസ്റ്റൻറ്റിന് 0യും സെക്കൻഡ് കോൺസ്റ്റൻറ്റിന് 1, തേർഡിന് 2, ഫോർത്തിന് 3 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ പ്രിൻ്റ് എഫ്, ഇത് നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. ഇത് നമ്പറിനെ പ്രിൻ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു നമ്പർ കോൺസ്റ്റൻ്റ് ഇട്ട് ടുഡേ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് മൺഡേയിൽ 1 ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഇപ്പം ടുഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ആവത്തില്ല. എന്തുകൊണ്ടാണ്? ഈ വാല്യൂ സാറ്റർഡേ എന്നുള്ള വാല്യൂ എൻ്റെ ഈ ഒരു കേളി ബ്രേസസിനകത്ത് അല്ലെങ്കിൽ ഈ ഡേയ്സ് എന്ന് പറയുന്ന എനം ഡിഫൈൻ ചെയ്തപ്പം അതിനകത്തുള്ള കോൺസ്റ്റൻറ്റിനകത്ത് ഇല്ലായിരുന്നു. ഇനി ബൈ ചാൻസ് ഞാൻ ഇവിടെ സൺഡേ കൊടുക്കുകയാണ്. സൺഡേ കൊടുക്കുമ്പോൾ എനിക്ക് എന്താണ് പ്രിൻ്റ് ചെയ്യുക? എനിക്ക് ഫൈനൽ ആൻസർ എന്താ വരുന്നത്? എൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്താണ് വരുന്നത്? 0 വരും. വൈ? ബിക്കോസ് ഫസ്റ്റ് നമ്മളുടെ ഡിഫോൾട്ട് അസൈൻമെൻറ്റ് വെച്ചിട്ട് ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് 0 ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള അടുത്തടുത്ത കോൺസ്റ്റൻറ്റ് ഇൻക്രീസ്ഡ് ബൈ 1 ആയിരിക്കും. ഇനി എനിക്കിപ്പം സൺഡേക്ക് 0 കൊടുക്കണ്ട, എനിക്കതിന് പകരം വേറെ വലിയ വാല്യൂ ആണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഐ ഷുഡ് ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഞാൻ കൊടുക്കണം. എനം ഡേയ്സ് സൺഡേ = 20, മൺഡേ = 25. ഇങ്ങനെ ഞാൻ കൊടുത്തു എന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? ഇപ്പം ഞാൻ ഈ ഒരു ടുഡേ =
സൺഡേ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെ പ്രിൻ്റ് ഓപ്ഷൻ ഞാൻ കൊടുത്തു എന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ 20 ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താ ഒരു ആവശ്യമില്ലാത്തൊരു ഫംഗ്ഷൻ അല്ലേ എന്നുള്ളത്. ഇതിന് പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സെയിം കോണ്ടെക്സ്റ്റ് തന്നെ ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പം ഒരു ദിവസത്തെ നമ്മളുടെ ടെമ്പറേച്ചർ അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു പാറ്റേണായിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഡേയ്സ് സൺഡേ 20 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അത് 20 ഞാൻ കൊടുക്കുന്നു. മൺഡേ 25 ഡിഗ്രിയാണ്. ട്യൂസ്ഡേ വരുന്നത് എഗെയിൻ 30 ഡിഗ്രിയാണ്. എന്നിട്ട് വെനസ്ഡേ നമുക്ക് 30 എന്താണെന്ന് നമുക്കറിയത്തില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ വോയിഡ് മെയിൻ നമ്മൾ എഴുതി, മെയിൻ ഫംഗ്ഷൻ നമ്മൾ എഴുതി. അടുത്തത് NM ഡേയ്സ് ഞാൻ ടുഡേയും ടുമോറോ എന്ന് പറഞ്ഞ് 2 വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ടുഡേ ടുമോറോ 2 വേരിയബിൾസ്. ടുഡേ എന്ന് പറയുന്നത് ഞാൻ സൺഡേ എന്ന് കൊടുത്തു. ഓക്കെ, ടുമോറോ എന്ന് പറയുന്നത് ഞാൻ വെനസ്ഡേ എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ. എന്നിട്ട് ഞാൻ സൺഡേനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് വരുന്നത്? സൺഡേനെ പ്രിൻ്റ് ചെയ്താൽ എൻ്റെ സ്ക്രീനിൽ എന്താണ് വരുന്നത്? സൺഡേയുടെ വാല്യൂ എന്താണ്? നമ്മൾക്ക് സൺഡേയുടെ വാല്യൂ ഇതിൽ നിന്ന് എടുക്കാം അല്ലേ, 20. ഓക്കെ, അപ്പം 20 എന്നുള്ളത് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി വെനസ്ഡേയുടെ വാല്യൂ എന്താണ് വരുന്നത്? വെനസ്ഡേയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പത്തേനും നമ്മൾ നോക്കിക്കുകയും ഡിഫോൾട്ടായിട്ട് അസൈൻ ചെയ്യുന്ന വാല്യൂ അതായിരിക്കും അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് കോൺസ്റ്റൻറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 1. ഇവിടെ നമുക്ക് എന്താണ്, ട്യൂസ്ഡേ നമുക്ക് കൊടുത്തിട്ടുണ്ട്, വെനസ്ഡേ കൊടുത്തിട്ടില്ല. അപ്പം വാട്ട് വിൽ ബി വെനസ്ഡേസ് വാല്യൂ? ട്യൂസ്ഡേ പ്ലസ് 1, അതായത് 31 ആയിരിക്കും എൻ്റെ വെനസ്ഡേയുടെ വാല്യൂ. അപ്പം ഇപ്പം എന്താണ്, നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ഇപ്പോൾ സ്വിച്ച് കണ്ടീഷനൊക്കെ ഇല്ലേ, ഇപ്പം ബബിൾസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നീ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ളതിന് ഇപ്പം നമ്മൾ കേസ് എന്നൊക്കെ പറഞ്ഞ് എടുത്തെടുത്ത് എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ NM ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേന്. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് നെയിംഡ് വാല്യൂസിനായിട്ട്. ഡിഫോൾട്ടായിട്ട് ഈ കോൺസ്റ്റൻസിന് 0 ആയിരിക്കും നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ബി ഓൾ ഇൻക്രീസ്ഡ് ബൈ 1 സ്പെസിഫിക് വാല്യൂസ് നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇത് കോഡ് റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും, എറർ ഡിറ്റക്ഷന് ബെറ്ററാണ്, ലോക്കൽ ഗ്ലോബൽ സ്കോപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ലോക്കൽ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നതൊക്കെ നമ്മളിനി നമുക്കൊന്നുകൊണ്ടൊന്ന് നോക്കാനുള്ളതാണ്. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ പോസിബിൾ ആയിരിക്കില്ല. അതായത് ഇപ്പം ഇവിടെ എനിക്ക് ഈ 20 എന്ന് പറഞ്ഞ ഈ വാല്യൂ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇപ്പം എനിക്ക് NM ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്കിപ്പം ആദ്യമേ ഞാൻ NM ഡേയ്സ് എന്ന് പറഞ്ഞ് ഞാൻ സൺഡേ മൺഡേ എഴുതി. അടുത്ത വീണ്ടും ഞാൻ NM വീക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും സൺഡേ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി പ്രസൻറ്റ് ഹിയർ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഡെഫിനിഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പുതിയൊരു പേര് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് സോ ഫോർ എനി എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പ് നെയിംസിനായിട്ട് നമുക്ക് ഇവിടെ ന്യൂ നെയിംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഡെഫ് എന്ന് പറയുന്ന കീവേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു ഇൻറ്റ് വരുന്നിടത്ത് എനിക്ക് ഏജ് എന്ന് പറഞ്ഞ വേർഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പം ഇൻറ്റ് എ എന്നെനിക്ക് എഴുതുന്നതിന് പകരം എനിക്ക് ഏജ് എ എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഇപ്പം ഞാനിപ്പം ഒരു പ്രോഗ്രാമിൽ ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 3, ഏജ് എ ഇസ് ഈക്വൽ ടു ഏജ് ബി ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വാലിഡ് ആണ്. അതായത് എയ്ക്കകത്ത് ഒരു ഇൻറ്റീജർ 3യും ബിക്കകത്ത് ഒരു ഇൻറ്റീജർ 4ഉം ആയിരിക്കും വരുന്നത്. അപ്പം ടൈപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പിന് പുതിയൊരു പേര് കൊടുക്കാനായിട്ട് ആണ്. എന്നാൽ ആ ഒരു നോർമൽ പ്രീവിയസ് ആയിട്ടുള്ള നെയിമും വാലിഡ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏജ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഈ ഏജ് എ എന്ന് പറയുമ്പം ഇവിടെ ഇത് ഇൻറ്റിൻ്റെ സിമിലർ ആയിട്ട് അതിന് വേറൊരു പേര് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഏജ് പ്രിൻ്റ് ചെയ്യാൻ പറയുമ്പോൾ 23 ഇസ് ദി ഏജ് എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്
സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈങ് കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ്. ഇപ്പം അൺസൈൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡേറ്റ ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അൺസൈൻഡ് ഇൻഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇത് മൊത്തത്തിൽ ഞാൻ വേണമെങ്കിൽ യു ഇൻറ്റ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊത്തം ഇപ്പം എനിക്ക് പല വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പം വോയിഡ് മെയിൻ എടുത്തിട്ട് ഞാനിപ്പം എന്താണ് അൺസൈൻഡ് int a is equal to 3, unsigned int b is equal to 4 എന്ന് എഴുതുന്നതിന് പകരം ഇഫ് ഐ എം ഹാവിങ് എ ടൈപ്പ് ഡെഫ് ഹിയർ, എന്താണ് അൺസൈൻഡ് എന്ന് പറഞ്ഞതിന് അൺസൈൻഡ് ഇൻറ്റിനെ ഞാൻ യു ഇൻറ്റ് എന്നുള്ള നെയിമിൽ ഞാൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ യു ഇൻറ്റ് ബി ഇസ് ഈക്വൽ ടു 7 എന്നും പറഞ്ഞ് ഞാൻ ബി അല്ല D1 ഇത് ഇസിക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം എഴുതുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും. സോ ടൈമും സേവ് ചെയ്യാം, അത്രയും എഴുതി വിടേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ യൂസസിനൊക്കെ ആയിട്ടാണ് നമ്മൾ ടൈപ്പ് ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് ഡെഫിനിഷൻ്റെ കീവേഡ് ടൈപ്പ് ഡെഫ് ആണ്.